നിങ്ങൾക്കേവർക്കും നജാത്ത് ഗാർഡൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നടത്തുന്ന ഹോം ഗാർഡനാണ് നജാത്ത് ഗാർഡൻസ്. എൻ്റെ പേര് സെലീന നാസർ. എൻ്റെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിലാണ്. കാർത്തികപ്പള്ളി നങ്ങ്യാർകുളങ്ങരയിൽ നിന്നും തൃക്കുന്നപ്പുഴ റൂട്ടിലാണ് ഉള്ളത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ സെയിലിൽ ആദ്യമായി ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ പ്ലാന്റാണ്. അതായത് കലീസിയ ഫ്രാഗ്രൻസ് എന്ന സയൻറ്റിഫിക് നെയിമുള്ള ഈ പ്ലാന്റിന് ബാസ്ക്കറ്റ് പ്ലാന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഈ പ്ലാന്റിന് വലിയ പരിചരണത്തിൻ്റെ ആവശ്യമില്ല. എവിടെയായാലും ഒരുപാട് വെള്ളത്തിൻ്റെയും ആവശ്യമില്ല. ഇത് പിടിപ്പിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ കുറച്ച് തൈകൾ എൻ്റെ കയ്യിൽ സെയിലിനുണ്ട്. 60 റുപ്പീസ് വെച്ച് വിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് പെപ്പറോമിയ വെറൈറ്റീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിൽക്കുന്നത്. പെപ്പറോമിയ 5-8 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് 2 വെറൈറ്റി മാത്രമേ ഉള്ളൂ. ഒന്ന് ഗ്രീനും ഒന്ന് അല്പം വേരിയേഷൻ വന്ന വെറൈറ്റിയും. ഗ്രീൻ നിങ്ങൾ നോക്കിയാൽ എന്ത് ഭംഗിയുണ്ടെന്ന് കണ്ടാൽ. ഇത് പെപ്പറോമിയയെക്കുറിച്ച് അറിയാത്ത ഒരാളുടെ മുമ്പിൽ വെച്ചാൽ തീർച്ചയായിട്ടും അവരിത് പ്ലാസ്റ്റിക് ഇലയാണെന്നേ പറയുള്ളൂ. അത്രയ്ക്ക് ഇതായിട്ട് ഭംഗി, സൂര്യപ്രകാശം വെക്കുമ്പോൾ അതിൻ്റെ ഇലകൾക്ക് നല്ല ഗ്ലേസിംഗ് ഉണ്ട്, പ്ലാസ്റ്റിക് പോലെ തിളങ്ങുന്നുമുണ്ട്. ഇതിൻ്റെ തൈ ഞാൻ 60 രൂപയ്ക്ക് വിൽക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഇപ്പോൾ മോസ്റ്റ് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന കലാത്തിയ വെറൈറ്റി തന്നെയാണ്. കലാത്തിയയുടെ ഒരു 20-25ഓളം വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അതിലുള്ള 5-6 വെറൈറ്റി തൈകളാണ് ഞാൻ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ കലാത്തിയ മജസ്റ്റിക്ക എന്ന് പറയുന്ന ഈ തൈയാണ്. അതിൻ്റെ ഇല സ്ട്രൈപ്സ് വൈറ്റും അല്പം റെഡും കലർന്ന സ്ട്രൈപ്പുകളോട് കൂടിയതാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഓരോ തൈയും 150 റുപ്പീസ് വെച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കലാത്തിയ സിൽവർ പ്ലേറ്റ് ആണ്. ഇതിൻ്റെ ഓരോ തൈയും 100 രൂപയ്ക്ക് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നു. അടുത്തത് കലാത്തിയ പീക്കോക്ക്. ഇതിന് കലാത്തിയ മക്കിയോയാന എന്നും പേരുണ്ട്. ഇതിൻ്റെ തൈ 150 റുപ്പീസിന് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നു. അടുത്തത് ഓർബിഫോളിയ. ഇതിൻ്റെ തൈകളും 150 രൂപ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അടുത്തതായി നമ്മുടെ ഫറൽ ഫീദറാണ്. ഇതിന് വെൽവെറ്റ് പ്ലാന്റ് എന്നും പറയും. ഇതിൻ്റെ ഓരോ ലീഫും നല്ല വെൽവെറ്റ് പോലെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഇതിന് 80 രൂപയാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. അടുത്തതായി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കലീസിയ റിപ്പൻസ് എന്ന പിങ്ക് ലേഡി ആണ്. എന്ത് ഭംഗിയാണ് ചട്ടി നിറയെ പിങ്ക് കളറിൽ ഇരിക്കുന്നത് കാണാനായിട്ട്. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഇത് കൂടാതെ സാദാ ഗ്രീൻ വെറൈറ്റിയും ഉണ്ട്. ഇത് ഞാൻ 50 റുപ്പിക്ക് ഒരു കൈപ്പിടി കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു കാക്ടസ് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. ഇത് പെൻസിൽ കാക്ടസ് ആണ്. ഇത് കൂട്ടമായിട്ട് തൂക്കിയിടാൻ എന്ത് ഭംഗിയാണ്. ഒരു ചട്ടിയിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. ഇതിന് വെള്ളം വളരെ കുറച്ചും ആവശ്യമുള്ളൂ. കാക്ടസ് പ്ലാന്റുകൾക്ക് വാട്ടർ വളരെ കുറവ് മതിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ ഒരു ചെറിയ തൈക്ക് 50 രൂപയാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാനും മറക്കരുത്.